ആദ്യത്തെ ദിവസത്തേക്ക് നാം എത്തിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് വളരെ ആത്മീയ ചൈതന്യവും സന്തോഷവും പകർന്നു വരാനായിട്ട് ക്ലാസ്സുകൾ പ്രയോജനകരമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയാം. നാളെ മുതൽ ജോസ് മാത്യു ഈ ക്ലാസ്സുകൾ ധ്യാന ചിന്തകൾ നയിക്കുന്നതാണ്. ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് നീണ്ട ഏതെങ്കിലും വിഷയത്തിലേക്ക് കടക്കാതെ വളരെ ലളിതമായ ചില ചിന്തകൾ ഈ ഒരു ദിവസത്തേക്ക് മാത്രമുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമായിട്ട് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക വാക്കുകൾ മാത്രമല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇത് നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ ഇന്ന് രാവിലെ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പുതുതായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ലളിതമായ കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വളരെ ആഴമേറിയ വലിയ സത്യങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് പറയാനുള്ളൊരു കാരണം, അനേക തരത്തിലുള്ള വൈഷമ്യങ്ങളിലും പോരാട്ടങ്ങളിലും കൂടെയാണ് ഇന്ന് നാം എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരൻ പ്രാർത്ഥന ഓർത്തതുപോലെ വിശ്വാസികൾക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഈ നാടുകളിൽ നേരിടുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുടെ തന്നെ കാര്യമെടുത്താൽ, ഓരോരുത്തരുടെയും കാര്യമൊന്ന് എടുത്താൽ നമുക്ക് തന്നെ അന്യോന്യം അറിയാം പലരുടെയും കാര്യം. എന്തെല്ലാം വൈഷമ്യത്തിലും ദുഃഖത്തിലും കൂടെയാണ് ഓരോരുത്തർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ രോഗങ്ങൾ ഭവനത്തിൽ, മറ്റ് നിലകളിലുള്ള പല തരത്തിലുള്ള വൈഷമ്യങ്ങൾ, മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വൈഷമ്യങ്ങൾ, മറ്റുള്ളവരോട് പറയുന്ന വൈഷമ്യങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള പോരാട്ടങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ് എല്ലാ വിശ്വാസികളും തന്നെ. അതില്ലാത്ത ആരും തന്നെ ഇല്ല. അതിന്റെ മധ്യത്തിലാണ് നാം ഈ ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് നയിക്കേണ്ടത്. അതിന് ഇന്നത്തെ ഈ ചിന്തകൾ സഹായകരമാകും എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടെ ആ പ്രത്യേക ലക്ഷ്യത്തിലാണ് ഈ വാക്കുകൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക ആശയങ്ങൾ ഒന്ന് ഒരുമിച്ച് ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ, പ്രാർത്ഥനയിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. 4-ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യം പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എത്രാം വാക്യം? വായിച്ചാട്ടെ. 6-ാമത്തെ വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, കാണാപ്പാടം തന്നെ അറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, പല വാക്കുകൾ ഇവിടെ ഉണ്ട്, എന്നാൽ ഒരു പ്രത്യേക വാക്ക് മാത്രം ഞാനൊന്ന് എടുത്ത് കാണിക്കുകയാണ്. മേക്ക് യുവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ്. ദൈവത്തെ അറിയിക്കുക. അപ്പൊ പ്രാർത്ഥനയിൽ നാം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തെ അറിയിക്കുക. വി ആർ മേക്കിംഗ് അവർ നീഡ്സ് നോൺ ടു ഗോഡ്. ദൈവത്തെ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുക. ന്യായമായിട്ടൊരു സംശയം എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ വരാം. എന്താ സംശയം? ദൈവത്തെ അറിയിക്കുകയോ? എന്തിനാ ദൈവത്തെ അറിയിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ അതിന്റെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ 6-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വകയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. പിന്നെ ദൈവത്തെ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്?
അത് നാം ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് ചില കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അറിയിക്കുകയല്ല. We are not giving God any new piece of information in prayer. പ്രാർത്ഥനയിൽ ദൈവത്തിന് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ നാം ദൈവത്തെ അറിയിക്കുകയല്ല. അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാ കാര്യവും ദൈവത്തിന് അറിയാം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഈ വകയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. സകലവും അറിയുന്ന ദൈവത്തെ പിന്നെ അറിയിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? അത് ന്യായമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അറിയിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യം അറിയിക്കുക എന്നുള്ള ആശയത്തിലല്ല. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും വ്യക്തമാക്കണം എന്നാണ് അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇൻ പ്രേയർ we declare our allegiance to God and our dependence on God. ദൈവത്തോടുള്ള നമ്മുടെ അലീജിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധം. അവർ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, ഇത് രണ്ടും വ്യക്തമാക്കുകയാണ് പ്രാർത്ഥന. കർത്താവേ, എനിക്ക് ഇന്ന കാര്യം ആവശ്യമുണ്ട്, ഞാൻ ഇന്ന നിലയിലാണിപ്പോൾ എന്നൊരാൾ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിന് അറിഞ്ഞുകൂടാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയല്ല. ദൈവമേ, നീയാണ് എനിക്ക് സകലവും, നിന്നിലാണ് ഞാൻ ശരണപ്പെടുന്നത്, നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, എന്റെ സഹായത്തിനായി ഞാൻ നോക്കുന്നത് നിന്റെ മുഖത്തേക്കാണ് എന്ന് പറയുകയാണ്. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ തോന്നുന്നത് ദൈവത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പോലെയാണ് നമ്മുടെ മട്ട്. കർത്താവേ, എന്നടുത്ത് ഇന്ന സഹോദരി ആശുപത്രിയിലാണ് കേട്ടോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ, എപ്പോഴും ആശുപത്രി പോയേ, എന്തിനാ പോയേ എന്ന് ദൈവം ചോദിക്കുമെന്ന് തോന്നുന്നു നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ. അങ്ങനെ ദൈവം ചോദിക്കുകയില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അറിയാവുന്ന കാര്യം പിന്നെ എന്തിനാ ദൈവത്തോട് പറയുന്നത്? ദൈവത്തെ പുതിയ കാര്യം അറിയിക്കുകയല്ല. ദൈവവുമായി നമുക്ക് ബന്ധമുണ്ട്. ദൈവമാണ് നമുക്ക് സകലവും അവനാണ് നമ്മുടെ ആശ്രയമെന്ന് നാം വ്യക്തമാക്കുകയാണ് പ്രാർത്ഥനയിൽ. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, പുതിയ കാര്യം ദൈവത്തോട് പറയല്ല, ദൈവത്തിന് അറിയാവുന്ന കാര്യമെങ്കിലും നാം അവനിന്റെ മക്കളായതുകൊണ്ട് അവൻ നമുക്ക് സകലവുമാണെന്നും അവനാണ് നമ്മുടെ ആശ്രയസ്ഥാനമെന്നും നാം വ്യക്തമാക്കുകയാണ്. സോ വി ആർ ഡിക്ലെയറിംഗ് അവർ അലീജിയൻസ് ടു ഗോഡ് ആൻഡ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അതാണ് ദൈവത്തെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ആശയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതാത് സമയം നാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. വീണ്ടും പറയട്ടെ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ദൈവത്തെ മനസ്സിലാക്കിപ്പിക്കാൻ പറയല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ദൈവമാണ് നമുക്ക് ഏറ്റവും വലുത്, അവനെയാണ് നാം ഏറ്റവും ഒന്നാമതായി കൺസൾട്ട് ചെയ്യുന്നത്, അവനിലാണ് നാം ശരണപ്പെടുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ബന്ധം അവനുമായിട്ടാണ് എന്ന് നാം പ്രസ്താവിക്കുകയാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ. തിരുവഴുത്തിൽ ഇതിന് അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അതില് ഒരു ഉദാഹരണം മാത്രം പ്രത്യേകിച്ചൊന്ന് എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരാളുടെ കാര്യം മാത്രം. നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം എൻ്റെ കൂടെ ഒന്ന് വരിക. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ പണിയുകയാണ് നെഹമ്യാവും കൂട്ടരും. അങ്ങനെ മതിൽ പണി നടക്കുമ്പോൾ അനേക ശത്രുക്കൾ വന്ന് ആ മതിൽ പണി തടസ്സപ്പെടുത്താനായിട്ട് പല പ്രയോഗങ്ങൾ അവർ നടത്തുകയാണ്. അവര് രോഗം വിളിച്ചുകൂട്ടി, അവർ എഴുത്തു കൊടുത്തു, അവർ ഭീഷണിപ്പെടുത്തി, അവർ ഭയപ്പെടുത്തി, അങ്ങനെ അനേക കാര്യങ്ങൾ അവർ ചെയ്തു. അതിന്റെ എല്ലാം മധ്യത്തിൽ നെഹമ്യാവ് ചെയ്ത ഒരു കാര്യം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-4. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്നെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർത്തി കേൾപ്പിക്കണമേ. നെഹമ്യാവിന്റെയും കൂട്ടരുടെയും മതിലുമണിയെ പരിഹസിക്കുകയാണ് അമ്മോന്യനായ തോബിയാവ്. എന്ത് പറഞ്ഞാ പരിഹസിച്ച്? അവരെങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ മതിൽ ഉരുണ്ടു വീഴും.
ഓ, എന്തോ ഒരു പരിഹാസമാ അല്ലെ? എത്ര നീചമായൊരു കളിയാക്കല. ഇവര് വലിയ കാര്യത്തിന് മതില് പണിയാ, ഒരു കുറുക്കനതിലേ കയറിയാ മതി, ഇവരുടെ മതിൽ ഉരുണ്ടു വീഴുമെന്ന് ഇയാൾ പറയുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് യാതൊരു മറുപടിയും നെഹമ്യാവ് പറയാൻ പോയില്ല. ഞാൻ പ്രാരംഭമായി പറഞ്ഞല്ലോ, വളരെ ലളിതമായ കാര്യങ്ങളാണ് ഈ പറയുന്നതെങ്കിലും അനുദിന ജീവിതത്തിൽ വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിന് യാതൊരു മറുപടിയും പറയാൻ പോയില്ല. കുറുക്കനല്ല, ആന കയറിയാലും ഞങ്ങളുടെ മതിൽ വീഴുകയില്ല എന്ന് നെഹമ്യാവ് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അതിന് പകരം നെഹമ്യാവ് എന്ത് ചെയ്തു? ഈ അപവാദം, ഈ കളിയാക്കൽ, പരിഹാസം കേട്ടപ്പോൾ ഉടനെ നെഹമ്യാവ് പറഞ്ഞ്, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ. കർത്താവേ, അവര് പറഞ്ഞത് നീ കേട്ടല്ലോ. അതാണ് പ്രാർത്ഥന. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. ഇത് ദൈവം കേൾക്കാത്തതാണ്. ഇവര് പറഞ്ഞ ആരോപണം ദൈവം കേട്ടില്ലേ? ഈ പരിഹാസം ദൈവം കേട്ടു. പക്ഷെ നെഹമ്യാവ് പറയാണ്, ഞങ്ങളുടെ ദൈവമേ നീ ഇത് കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോഴപ്പോൾ ദൈവത്തോട് അത് പറയാം. ഉടനടി, പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഉടനെ ദൈവത്തിനൊരു ടെലഗ്രാം അയക്കണം. ഇപ്പൊ അത് റെലവെന്റ് അല്ല. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിനൊരു വാട്സാപ്പ് അയക്കണം, അല്ലെങ്കിൽ ദൈവത്തിനൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം. ഉടനെ എന്താ പറയണ്ടേ? ദൈവമേ നീ കേട്ടല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പറഞ്ഞയാളോട് ഒരു മറുപടിയും നെഹമ്യാവ് പറയുന്നില്ല. നമ്മിൽ മിക്കവാറും ആളുകൾ തെറ്റ് വരുത്തുന്ന ഒരു കാര്യം ഇതാ. എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുന്ന കാര്യത്തിൽ സത്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സത്യമുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. അത് വേറൊരു വിഷയം. എന്നാൽ വെറുതെ പറയുന്ന കാര്യമാണ് ഇവിടുത്തെ വിഷയം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അടുത്ത 2 വർഷം അതിന്റെ പുറകെ കൂടുകയാണ് വിശ്വാസി. ആരത് പറഞ്ഞേ? അത് ശരി, ഇന്നാര് പറഞ്ഞല്ലേ? റാന്നിയിൽ ഒരാൾ പറഞ്ഞതായിരുന്നു, ഞാൻ കേട്ടോ. ഓക്കെ, അപ്പോ റാന്നിയിലെ ഫോൺ നമ്പർ ഒന്ന് തന്നെ. അപ്പൊ ഞാൻ റാന്നിക്ക് വിളിച്ചു. റാന്നി വിളിച്ചപ്പോ പറഞ്ഞു, എന്റെ വന്ന് എഴുതി ഞാനൊന്നും പറഞ്ഞല്ല, മദ്രാസിൽ നിന്ന് ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ സഹോദരന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു. അത് ശരി, മദ്രാസിൽ നിന്ന് അല്ലെ? ആരാ മദ്രാസിൽ പറഞ്ഞേ? ഉടനെ മദ്രാസ് വിളിച്ചു. മദ്രാസ് വിളിച്ചപ്പോ പറഞ്ഞു അത് ബോംബെ എന്ന് പറഞ്ഞ. അപ്പൊ പിന്നെ ബോംബെക്ക് വിളിച്ചു. ആശുപത്രി പോയി ഫോണില്ല. ഒടിവ് ബോംബെക്കാരൻ പറഞ്ഞു, ഞാൻ പറയല്ലേ ഇത് ആരാ പറഞ്ഞ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതായിപ്പോ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തുമാത്രം മനപ്രയാസം, എന്തുമാത്രം ഉറക്കയില്ലായ്മ, എന്തുമാത്രം കാശ് ചെലവ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് കേൾക്കുന്ന ഉടനെ എന്തോ വേണമെന്നറിയാമോ? ദൈവമേ നീ കേട്ടല്ലോ, എന്താന്ന് വെച്ചാ വേണ്ട നടപടി നീ എടുത്തേക്കണേന്ന് പറഞ്ഞ് വിട്ടാൽ ഈ മനപ്രയാസം എല്ലാം ഒഴിവാക്കാം. എന്റെ സഹോദരന്മാരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി സമയം കളയണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയാൽ നമ്മുടെ യൂസ്ഫുൾനെസ് പോകും, നമ്മുടെ ഇഫക്റ്റീവ്നെസ് പോകും. നാം പ്രയോജനകരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകും, വെറുതെ സമയം പോകും. അതുകൊണ്ട് അമ്മോന്യനായ തോബിയാവിനെ പോലെയുള്ളവർ പറയുന്നതിന് തോബിയാവിനോട് മറുപടി പറയാൻ പോകരുത്. ഉടനെ ഒരു കാര്യം ചെയ്യണം, ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. മുകളിലോട്ട് പറഞ്ഞാൽ മതി, അവൻ വേണ്ട നടപടി എടുത്തുകൊള്ളും. ഈ നെഹമ്യാവിന്റെ പുസ്തകം തന്നെ, ഈ അധ്യായം നമ്മൾ തന്നെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന അധ്യായം, അതിന്റെ 8ഉം 9ഉം വാക്യങ്ങളും നോക്കിയേ. 8ഉം 9ഉം വാക്യങ്ങൾ. യെരൂശലേമിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒക്കെയും ഒന്നിച്ചു കൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. യുദ്ധം ചെയ്യേണ്ടതിനും കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ എന്ത് ചെയ്തു? ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര നല്ല മാതൃകയാ! അവരിങ്ങനെല്ലാം ചെയ്തു, പക്ഷേ ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന്റെ അടുത്ത വാചകത്തിൽ ഇവര് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവര് കാവൽക്കാരെ ആക്കി എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നാം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നാം ചെയ്യണം. പ്രവർത്തനത്തിന് പകരമല്ല പ്രാർത്ഥന. എന്നാൽ നമ്മുടെ പ്രധാന ആയുധം പ്രവർത്തനമല്ല, പ്രാർത്ഥനയാണ്. ഇവിടെ
വാച്ചിങ് ആൻഡ് പ്രേയിങ്. പുതിയ നിയമത്തിലെ ഒരു പ്രയോഗമാണ് അത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അത് രണ്ടും നെഹമ്യാവ് ചെയ്യുന്നു. അവൻ കാവൽക്കാരെ ആക്കി എന്ന് പറഞ്ഞാൽ he appointed watchmen. They are watching and they are praying. അവര് ഉണർന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊന്നിച്ചുകൂടി ഇങ്ങനെയെല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര നല്ല ഒരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ പിന്തുടരാനായിട്ട്. അടുത്ത വന്നേ 5-ാമത്തെ അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം. ഇവിടെ പ്രശ്നങ്ങൾ വീണ്ടും തുടരുകയാണ്. ഇനി 5-ാം അധ്യായത്തിലെ വിഷയം അല്പം വ്യത്യസ്തമാണ്. പാവപ്പെട്ട യഹൂദന്മാരെ ധനവാന്മാരായ യഹൂദന്മാര് പീഡിപ്പിക്കുകയും അവരുടെ കഷ്ടതയിൽ അവർക്ക് കടം കൊടുക്കുകയും അതിന് പകരമായിട്ട് അവരുടെ നിലങ്ങളൊക്കെ എഴുതി മേടിക്കുകയും ചെയ്തു. അതാണ് 5-ാം അധ്യായത്തിലെ സാഹചര്യം. അതിനെ ശാസിച്ചുകൊണ്ട് നെഹമ്യാവ് ചില കാര്യങ്ങൾ 5-ാം അധ്യായത്തിൽ പറയുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എന്നിട്ട് നെഹമ്യാവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് താൻ തന്റെ കാര്യം പറയുക. ഞാൻ ദേശാധിപതി എന്ന നിലയ്ക്ക്, ഗവർണറാണല്ലോ നെഹമ്യാവ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ദേശാധിപതിമാരൊക്കെ ജനത്തിൽ നിന്ന് വളരെ സാധനങ്ങൾ മേടിച്ചിരുന്നു. അത് അവരുടെ അവകാശമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനോ അങ്ങനെ ചെയ്തില്ല. ജനത്തിൽ നിന്ന് ന്യായമായിട്ട് എനിക്ക് മേടിക്കാമായിരുന്ന പലതും ഞാൻ മേടിച്ചില്ല. എന്നിട്ട് 19-ാം വാക്യം നോക്കിയേ. എന്നിട്ട് നെഹമ്യാവ് എന്താ പറഞ്ഞേ? എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. അവിടെയും പറയുന്ന ആരോടാ? എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തതൊക്കെ എന്റെ നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ദൈവത്തോട് അറിയിക്കുക. ദൈവത്തിന് അറിയാൻ നെഹമ്യാവ് എന്തെല്ലാം ചെയ്തുവെന്ന് നെഹമ്യാവ് പറയാതെ. പക്ഷേ നെഹമ്യാവ് പറയുകയാണ്, എനിക്ക് ന്യായമായി അവകാശപ്പെട്ടിരുന്ന പല കാര്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞാൻ പല കാര്യങ്ങൾ ജനത്തിന് വേണ്ടി ചെയ്തു. എന്നിട്ട് പറയുന്നു, ദൈവമേ നീ അത് ഓർത്തോണേ. നാം ഇവിടെ കാണുന്ന എന്താ? ഓരോ ചെറിയ കാര്യത്തിലും ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പറയുക. ഇനി ഈ 6-ാം അധ്യായം നെഹമ്യാവ് 6 നോക്കിയേ. അതിന്റെ 9-ാമത്തെ വാക്യം, 6-ന്റെ 9-ാമത്തെ വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. അവർ ശത്രുക്കൾ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. നെഹമ്യാവ് എന്താ പറയുന്നേ? ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. ഒരു പക്ഷേ നെഹമ്യാവിന് അല്പം ഭയം തോന്നിക്കാണുമെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. കാരണം ഭയപ്പെടുത്തുവാൻ നോക്കി എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. അപ്പൊ നെഹമ്യാവിന് അല്പം ഭയം ഒരു പക്ഷെ തോന്നിക്കാണും. എന്നാൽ നെഹമ്യാവ് മുകളിലേക്ക് പറയുകയാണ്, ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കാര്യത്തിലും, ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന ഓരോ കാര്യത്തിലും നെഹമ്യാവ് അപ്പോഴപ്പോൾ ദൈവമേ 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 എന്ന് വിളിക്കുക. നാം പ്രാർത്ഥന എന്ന് പറയുന്ന പ്രവൃത്തി, ആക്ടിവിറ്റി മാത്രമല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ കൂടെയാണ്, ഒരു ജീവിത ചര്യ കൂടെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ജീവിത ചര്യ, ലൈഫ് സ്റ്റൈലാണ്. വില്യം മാക്ഡൊണാൾഡിന്റെ കമന്ററിയിൽ ഈ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ, ആ വാക്യത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, prayer is both an act and an atmosphere. It is possible that the mood of our life should be a prayerful mood. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന ഒരു ആക്റ്റുമാണ്, ഒരു അറ്റ്മോസ്ഫിയറുമാണ്, ഒരു പ്രവൃത്തിയുമാണ്, ഒരു അന്തരീക്ഷവുമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ മൂഡ് ഓഫ് അവർ ലൈഫ് ഷുഡ് ബി എ പ്രേയർഫുൾ മൂഡ്. നാം എപ്പോഴും പ്രാർത്ഥന നിരന്തരായിരിക്കണം, പ്രാർത്ഥനയുടെ മൂഡിലായിരിക്കണം എപ്പോഴും നാം. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എപ്പോഴും മുട്ടൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. നടക്കുമ്പോഴും പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ ഹൃദയം സ്വർഗവുമായ ഒരു ഹോട്ട് ലൈൻ പുലർത്തിക്കൊണ്ടിരിക്കണം. കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് ഹെവൻ. നെഹമ്യാവിടെ വളരെ കഠിനമായിട്ട് അധ്വാനിച്ച് പണി ചെയ്യുക. എന്നാൽ അതിന്റെ ഇടയ്ക്കെല്ലാം ആൾ എന്ത് ചെയ്യുക? സ്വർഗവുമായിട്ട്, ദൈവമേ ഇവർ പറഞ്ഞു കേട്ടോ, ദൈവമേ ആ കാര്യം നോക്കണേ, ദൈവമേ എനിക്ക് പേടിയാകുന്ന എന്നെ ഒന്ന് സഹായിക്കണമേ. എത്ര ലളിതമായ കാര്യമാണ്, പക്ഷെ അനുദിന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എന്നെ ധൈര്യപ്പെടുത്തണമേ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, courage is not the absence of fear. Courage is fear that has said its prayers.
ധൈര്യം എന്ന് പറയുന്നത് ഭയത്തിന്റെ അഭാവമല്ല, ഭയമില്ലാത്ത അവസ്ഥയല്ല ധൈര്യം. അത് മലയാളത്തിൽ പറയാൻ കുറച്ച് പ്രയാസമാണ്. അടുത്ത വാചകം നമുക്ക് മിക്കവാറും പേർക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. കറേജ് ഈസ് ഫിയർ ദാറ്റ് ഹസ് സെറ്റ് ഇറ്റ്സ് പ്രേയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭയമാണ് ധൈര്യം. അപ്പോ ധൈര്യം എന്ന് പറഞ്ഞാൽ ഭയമില്ലെന്നല്ല അർത്ഥം. ഭയമുണ്ട്, മനുഷ്യരായി നമുക്കെല്ലാം ഭയമുണ്ട് അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഭയമില്ലാത്ത വല്ലവരും ഉണ്ട്. നമുക്കെല്ലാം ഭയമുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് ഭയമുണ്ട്. എന്നാൽ പിന്നെ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം എന്ന് പറയുന്നത് ഭയം പ്രാർത്ഥിക്കുന്നതാണ് ധൈര്യം. ഫിയർ ദാറ്റ് ഹസ് സെറ്റ് ഇറ്റ്സ് പ്രേയേഴ്സ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നെഹമ്യാവ് പറയാണ്, ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. ഇനി 6:14 വാക്യം നോക്കി. 6-ാം അധ്യായം 14-ാം വാക്യം. എന്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നൊവദ്യ എന്ന പ്രവാചകിയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. എന്റെ ദൈവമേ, ഇന്നിന്നാരെ നീ ഒന്ന് ഓർത്തോണേ. ആ കാര്യം നെഹമ്യാവ് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് വിടുകയാണ്. ഞാനത് കൂടുതൽ വിവരിക്കണ്ടല്ലോ. ഞാൻ ഇത്രയും വാക്യങ്ങൾ ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കാണിച്ചത് അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നെഹമ്യാവ് ദൈവമുഖത്തേക്ക് അപ്പോഴപ്പോൾ നോക്കി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് അറിയിക്കുക. അറിയാൻ പാടില്ലാത്ത കാര്യമല്ല, ദൈവത്തിന് അറിയാമെങ്കിലും അതാത് സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുക. അത് രാവിലെ അറിയിക്കാവുള്ളൂ, വൈകിട്ടേ അറിയിക്കാവുള്ളൂ, അങ്ങനൊന്നുമില്ല. അതാത് സമയത്ത് then and there, ഉടനടി ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുക. അപ്പൊ പ്രാർത്ഥന ദൈവത്തെ അറിയിക്കലാണ്. നമുക്കും അത് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടെ നെഹമ്യാവ് ചെയ്തതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിന് അത് വളരെ ബലമായിരിക്കും. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് സങ്കീർത്തനം 37:5 ഞാൻ അവിടുന്ന് ഇവിടുന്നും ഈ വാക്കുകളൊന്ന് പെറുക്കിയെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. സങ്കീർത്തനം 37:5, Psalm 37:5. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ഇവിടെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് മാത്രം ഞാൻ എടുക്കുന്നു, ഭരമേൽപ്പിക്കുക. ഇംഗ്ലീഷില് commit thy way unto the Lord. അവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴതിലേക്ക് ഞാൻ പോകുന്നില്ല. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. പ്രാർത്ഥനയിൽ നാം ചെയ്യുന്ന അടുത്ത കാര്യം, 1 ദൈവത്തോട് അറിയിക്കുന്നു, 2 ദൈവത്തിന്റെ കയ്യിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. എന്താ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ ആശയം അറിയാം. മറ്റൊരാളുടെ കയ്യിൽ ആ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഭരമേൽപ്പിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു ഭാഗം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1 പത്രോസ് 4:19 വാക്യം ഭരമേൽപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വേറെ ഒരു വാക്യമാണ്. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഞാൻ ആ വാക്യത്തിലേക്ക് പുറകാലം മടങ്ങി വരാം. എന്നാൽ 1 പത്രോസ് 2:23 നമ്മുടെ കർത്താവ് ചെയ്ത കാര്യം എഴുതിയിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നോക്കിച്ച് മറ്റേ വാക്യത്തിലേക്ക് വരാം. 2:23. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, ന്യായമായി വിധിക്കുന്നവെങ്കിൽ അതാരാ? പിതാവ്. പിതാവിന്റെ അടുക്കൽ പുത്രൻ തന്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചു. അപ്പൊ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അതാണ് ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തുന്ന ഒരു തെറ്റ്, നമ്മുടെ അനേക കാര്യങ്ങൾ നാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവകരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അതാണ് നാം പലപ്പോഴും വരുത്തുന്ന ഒരു വലിയ തെറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ചെയ്യാതെ പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നാം പ്രഥമമായി ചെയ്യേണ്ട കാര്യം ദൈവകരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നാം വായിച്ച പത്രോസ് ലേഖനത്തിലെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ
19 വാക്യം നമ്മൾ വായിച്ചല്ലോ. അവിടെ പറയുന്നത് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ കള്ളനായിട്ടോ കൊലപാതകനായിട്ടോ കഷ്ടം സഹിക്കുന്ന കാര്യമല്ല. ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന കഷ്ടപ്പാട്, വിശ്വാസത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് കൊണ്ട്, സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന കഷ്ടപ്പാട്. അങ്ങനെ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കണം. അവിടെ പരമേൽപ്പിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ കമന്ററീസ് ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. ഒരു ബാങ്കിങ് ടേമാണ് കമ്മിറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം ടു കീപ് ഫോർ, ടു ഡെപ്പോസിറ്റ് ഫോർ സേഫ് കീപ്പിംഗ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സുരക്ഷിതമായി സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക. ബാങ്കിൽ 10,000 രൂപ ഞാൻ 5 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? പലിശ സഹിതം എനിക്ക് തക്ക സമയത്ത് തിരിച്ചു കിട്ടാനായിട്ട് സുരക്ഷിതമായി ഇരിക്കേണ്ടതിന് ഞാൻ ബാങ്കിനെ ഏൽപ്പിക്കുക. ആ വാക്കാണ് ഇവിടെ കമ്മിറ്റ് എന്നുള്ള വാക്ക്, പരമേൽപ്പിക്കുക എന്ന് പറയുന്നത്. ടു ഡെപ്പോസിറ്റ് സംതിങ് ഇൻ ദ ബാങ്ക് ഫോർ സേഫ് കീപ്പിംഗ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടാവിങ്കൽ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ തങ്ങളുടെ പ്രാണനെ പരമേൽപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്കറിയാം, നമ്മൾ 10,000 രൂപ ബാങ്കിൽ 5 വർഷത്തേക്ക് ഇട്ടാൽ പിന്നെ എല്ലാ ദിവസവും അതിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. ആ ബാങ്കിന് മുമ്പിൽ കൂടെ പോകുമ്പോ അയ്യോ ഞാൻ ഇന്നലെ 10,000 രൂപ ഇട്ടിട്ടുണ്ട്, ബാങ്കുകാരന് എനിക്കിനി തരുവോ അതോ ഇനി ക്യാഷ് എടുത്ത് തിന്നുവോ, ഇങ്ങനെ വല്ലവരും ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? പരമേൽപ്പിച്ച പിന്നെ വിട്ടു. ഇനി 5 വർഷം കഴിഞ്ഞ് ഇനി അതിന്റെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയുള്ളൂ, ആവശ്യമുള്ളൂ. അല്ലാതെ പരമേൽപ്പിച്ച് കഴിഞ്ഞ് പിന്നെയും അതിന്റെ കാര്യം ഓർത്തോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ പ്രാർത്ഥനയിൽ സകലവും ദൈവകാര്യങ്ങളിൽ പരമേൽപ്പിക്കാന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞേച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പരമേൽപ്പിച്ചെന്ന് പറഞ്ഞതോ അത് ചുമ്മാ പറഞ്ഞ അല്ലേ? പരമേൽപ്പിച്ചെങ്കിൽ പിന്നെ നീ ഓരോ ദിവസവും എന്തിനാ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആ വാക്യത്തിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ലൊരു വാക്യമാണിത്. അവര് വിശ്വസ്തനായ സൃഷ്ടാവിന്റെ അടുത്താണ് ഭരമേൽപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ദൈവത്തെ സൃഷ്ടാവെന്ന് പറഞ്ഞിരിക്കുന്ന ഏക വാക്യം ഇതാ. വേറെ ഒരു വാക്യത്തിലും സൃഷ്ടാവെന്ന് ദൈവത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ the only verse in the Bible where God is referred to as creator, not in the Bible, in the New Testament, പുതിയ നിയമത്തിൽ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. അതെന്തിനാ പത്രോസ് വേറെ ആരും പറയാത്ത ഈ വാക്ക് ഇവിടെ പറഞ്ഞത്? സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. എന്തായിരിക്കാം അതിന്റെ ആശയം? നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? സൃഷ്ടാവ് അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കി അതിനെല്ലാം ശരിയായിട്ട് മാനേജ് ചെയ്തു പോകുന്ന ആളാണ്. ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്നവന്റെ അടുത്ത് നിന്റെ കാര്യം പരമേൽപ്പിക്കണം. അതാ പ്രാർത്ഥന. നമ്മുടെ കാര്യം നാം ഏൽപ്പിച്ചാൽ തക്ക സമയത്ത് വേണ്ട നിലയിൽ അത് കൈകാര്യം ചെയ്ത് വേണ്ട പരിഹാരം അതിന് വരുത്തുവാൻ കഴിവുള്ള ഒരുവന്റെ അടുക്കൽ നമ്മുടെ കാര്യം നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥനയിൽ. ഒരു സ്ഥലത്ത് ഒരു ഉണ്ടായ സംഭവമാണ്. ഒരു സ്ഥലത്ത് ഒരു അമ്മച്ചി തന്റെ മക്കളാൽ, പ്രത്യേകിച്ചും മകനാലും മരുമകളാലും വളരെ പീഡ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. അപ്പൊ അത് ആ സഭയിലുള്ളവർ കേട്ടു. ആ സഭയിലെ ഒരു മുതിർന്ന സഹോദരൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സഭയിൽ നിന്ന് മൂപ്പന്മാരായ സഹോദരന്മാരൊക്കെ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യണം, ഈ അമ്മച്ചി എന്തിനാ ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നോർത്ത് ഒരു എൻക്വയറി കമ്മീഷനായിട്ട് അവിടെ ചെന്നു. അമ്മച്ചിയുടെ അടുത്ത് ചെന്നു, അമ്മച്ചിയോടൊന്ന് സംസാരിക്കാൻ, എന്താ വിഷയമെന്ന് നേരിട്ട് അറിയാം. അപ്പോൾ അവർ ചെന്ന് പറഞ്ഞു, അമ്മച്ചി ഞങ്ങളിങ്ങനെ കേൾക്കുന്നല്ലോ മരുമകളും മകനും കൂടെ അമ്മച്ചിയെ വളരെ ഉപദ്രവിക്കുന്നതായിട്ട്, എന്താ അതിന്റെ നിജസ്ഥിതി? അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. സഭയിലുള്ളവരോട് പറഞ്ഞതാ, ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പരാതിയായിട്ടൊന്നും പറയാനില്ല. ആ ചെന്ന സഹോദരന്മാരെ കാപ്പി കുടിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. കാപ്പി കുടിച്ചേച്ച് അവര് വന്നപോലെ തിരിച്ചുപോയി. അമ്മച്ചിക്ക് ഒരു വാക്കും പറയാനില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യം അല്ലേ? മരുമോളെ കുറിച്ച് പറയാൻ സഭയിലെ മൂപ്പന്മാരെ അന്വേഷിക്കാൻ വന്നിരിക്കുക. ഇതുപോലെ നല്ലൊരു ചാൻസ് വേറെ എവിടെയും കിട്ടുമോ? ഇങ്ങോട്ട് അന്വേഷിച്ചാലും അങ്ങോട്ട് പറയാൻ നടക്കാം നമ്മള്. ഇതുപോലെ ഒരു ചാൻസ് കിട്ടുമോ?
പറയാവുന്നതും ഉള്ളതും വല്ലതും എല്ലാം കൂടെ പറഞ്ഞേനെ. എന്നാൽ ദൈവഭക്തിയായ അമ്മച്ചി പറഞ്ഞത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്ത് ചെയ്തു? ന്യായമായി വിധിക്കുന്ന വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ കാര്യം പരമേൽപ്പിച്ചു. ഇനി ഒന്നും അമ്മച്ചിക്ക് വേറെ പറയാനായിട്ടില്ല. ഇനി ഇവിടെ ആ വാക്യത്തിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. ഇപ്പോൾ ഈ കഷ്ടം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാ? നന്മ ചെയ്തുകൊണ്ട് അല്ലെ? നന്മ ചെയ്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുക, അല്ലാതെ മോഷ്ടിക്കാൻ പോയതുകൊണ്ട് കഷ്ടം അനുഭവിക്കല്ല. നന്മ ചെയ്യാൻ പോയത് കൊണ്ടാണ് ഇപ്പൊ കഷ്ടം അനുഭവിക്കുന്നത്. നാം നന്മ ചെയ്യുമ്പോൾ കഷ്ടപ്പാട് വന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്താ? ഇനിയിപ്പൊ വലിയ നന്മയൊന്നും ആർക്കും ചെയ്യാൻ പോകണ്ട, ഞാൻ യോഗത്തിന് വരും, അപ്പം മുറിക്കും, വീട്ടിൽ പോകും. ഈ ബാക്കിയുള്ളവരെ സഹായിക്കാനും വണ്ടിയെ കൊണ്ടുപോകാനും കാശ് കൊടുക്കാനും അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയോണ്ടല്ലോ ഇപ്പൊ ഈ ചീത്ത കേൾക്കുന്നത്. ഇനി ആ പരിപാടി ഞാൻ നിർത്തി. നമ്മളെല്ലാവരും ഇത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല, ബാക്കിയുള്ളവരെ സഹായിക്കുന്ന കാര്യം എന്താ? ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ ചീത്ത കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, നീ നിനക്ക് കഷ്ടപ്പാട് വന്നു എന്ന് വിചാരിച്ച് നീ നന്മ ചെയ്യുന്നത് നിർത്തിക്കളയരുത്. ഇനി മുതൽ ഒരു നന്മയും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കും, യോഗത്തിന് വരും, പോകും, ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് നീ പറയരുത്. യു ഷുഡ് കണ്ടിന്യൂ ടു ഡു ഗുഡ്. നീ നന്മ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കണം. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ നിന്റെ വിവരം, നിന്റെ കാര്യം പരമേൽപ്പിച്ചാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ നല്ല ഒരാശയമാണ് ദൈവത്തിന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിക്കുക. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ഇപ്പൊ ഓർത്തപ്പോ എന്ന് പറയുകയാണ്. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തോട് അറിയിക്കുക അത്രേ. ഈ മൂലഭാഷയില് ആ ദൈവത്തോട് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ് എന്നാണ്. ദൈവത്തോട് മുഖാമുഖം അറിയിക്കുക അത്രേ വേണ്ടത് എന്ന് പറഞ്ഞ അതിന്റെ ആശയം എന്താ? നേരിട്ട് ദൈവത്തോട് പറയാവുന്ന അതിന്റെ ആശയം. ഫേസ് ടു ഫേസ്, മേക്ക് യുവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ്, ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്, അതാണ് പറഞ്ഞിരിക്കുന്ന ആശയം. ദൈവത്തോട് മുഖാമുഖം നിന്റെ കാര്യം പറയാം. ഇവിടെ ദൈവത്തിന്റെ പക്കൽ നിന്റെ കാര്യം ഏൽപ്പിക്കാം. എത്ര നല്ലൊരാശയമാണ്. അപ്പൊ പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് അറിയിക്കുന്നു. 2, ദൈവത്തിന്റെ കയ്യിൽ കാര്യങ്ങൾ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നു. 37-ാം സങ്കീർത്തനം 5 നമ്മൾ വായിച്ചേ. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവനത് നിർവഹിക്കും. 3 കാര്യം ആ സ്റ്റേറ്റ്മെന്റിലുണ്ട്, ആ വാക്യത്തിലുണ്ട്. ഇതില് 2 കാര്യം നമ്മൾ ചെയ്യേണ്ടതാ. അപ്പൊ 3-ാമത്തെ കാര്യം ദൈവം ചെയ്തോളും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം, പിന്നെ അവനിൽ ആശ്രയിക്കാം, ബാക്കി കാര്യം ദൈവം ചെയ്തോളൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് 2ഉം ചെയ്തിട്ട് അതിനെക്കുറിച്ച് വിഷമിച്ചുകൊണ്ട് നടക്കണ്ട നമ്മൾ. ഇത് 2ഉം ചെയ്താൽ നിന്റെ ഭാഗം തീർന്നു. പിന്നെ അവനത് നിർവഹിക്കും. അത് അവന്റെ പ്രിറോഗേറ്റീവാണ്, അവന്റെ ചുമതലയാണ്, അവന്റെ ബിസിനസ് ആണത്. അവനത് ചെയ്തുകൊള്ളും. 3-ാമത് മറ്റൊരു വാക്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പത്രോസിന്റെ ലേഖനം തന്നെ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന പേജ് തന്നെ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇട്ടുകൊള്ളുക, ഇംഗ്ലീഷിൽ കാസ്റ്റ്. കാസ്റ്റ് thy burden upon the Lord. 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിന്റെ ഒരു ഉദ്ധരണി പോലെയാണ് ഈ വാക്യം വരുന്നത്. അല്പം വ്യത്യാസമുണ്ടെങ്കിലും ആശയം ഒന്ന് തന്നെയാണ്. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം നല്ലൊരു വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇരുമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. മലയാളത്തിൽ വെച്ചുകൊള്ളുക എന്നാണ്. വേറെ ഭാഷാന്തരങ്ങൾ നോക്കിയാൽ ഇംഗ്ലീഷിൽ കാസ്റ്റ് thy burden upon the Lord. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. പത്രോസിനും അത് തന്നെയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. Casting all your care upon him, for he careth for you. നിന്റെ ഭാരം നീ എന്ത് ചെയ്യണം? നീ ചുമ്മിക്കൊണ്ട് നടക്കണോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളണം.
അവിടെ ഇടുക, കാസ്റ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടു ത്രോ സംതിങ് ഓൺ സംതിങ് എന്ന വാക്കിന്റെ അർത്ഥം. ഒന്ന് മറ്റൊന്നിന്റെ മേൽ ഇടുക, അതാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മുടെ മലയാളത്തിലും അത് തന്നെയാണ് അതിന്റെ ആശയം. ഇടുക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ള ആ കാര്യം മറ്റൊരാളുടെ മേൽ നീ ഇടുകയാ. നിന്റെ കാര്യം മറ്റൊരാളുടെ മേൽ നീ ഇടണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇടണം. ജോൺ മക്കാർ തരുന്ന ദൈവത്തിന്റെ ദാസൻ തന്റെ ബൈബിളിൽ ഈ വാക്യത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു കൊച്ചു വ്യാഖ്യാനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. Christians are to cast all of their discontent, discouragement, despair and suffering on the Lord and trust Him for knowing what He is doing with their lives. 1 പത്രോസ് 3:19 കുറിച്ചാണോ അതോ 5:9 കുറിച്ചാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസികൾ അവരുടെ സകല അതൃപ്തിയും സകല നിരുത്സാഹവും സകല നിരാശയും സകല കഷ്ടങ്ങളും കർത്താവിന്റെ മേൽ ഇടണം. ഏതറിഞ്ഞുകൊണ്ട്? കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് ശരിയായ കാര്യം ചെയ്തുകൊള്ളും എന്ന് വിശ്വസിച്ച് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ മേൽ ഇടണം. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ക്രിസ്ത്യൻസ് ആർ ടു കാസ്റ്റ് all of their discontent, discouragement, despair and suffering on the Lord and trust Him for knowing what He is doing in their lives. അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവൻ അറിയാം എന്ന് വിശ്വസിച്ച് നിന്റെ എല്ലാ നിരാശയും നിന്റെ എല്ലാ അതൃപ്തിയും നിന്റെ എല്ലാ സങ്കടവും നിന്റെ എല്ലാ പ്രയാസവും നീ കർത്താവിന്റെ മേൽ ഇടണം. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. സങ്കീർത്തനത്തിലെ ആ വാക്യം പറയുന്നത്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എത്ര നല്ലൊരു വാക്യമാണ്, എത്ര ശക്തമായിട്ട് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഒരു നാളും ഒരു കാരണവശാലും നീ നീതിമാനാണെങ്കിൽ, നീ ദൈവവേദനാണെങ്കിൽ, നീ ദൈവവഴിയിൽ നടക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിൽ ശരണപ്പെടുന്നവനാണെങ്കിൽ നീ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും ഒരു കാരണവശാലും ദൈവം അനുവദിക്കുകയില്ല. ജീവിതത്തിലെ പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, he will never let the righteous be moved. എത്ര ധൈര്യം പകരുന്ന ഒരു വാക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോ നാം അത് കർത്താവിന്റെ മേൽ ഇടാറുണ്ടോ അതോ നമ്മൾ തന്നെ ചുമക്കൊണ്ട് നടക്കുകയാണ്? എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം. നിങ്ങൾ പഴയ സൈമൺ സാർ കാലത്തെ ഒരു കഥ മിക്കവാറും പേര് കേട്ട് കാണും. പണ്ട് കാലത്ത് കാളവണ്ടിയിൽ ചന്തയിൽ പോകുന്ന കാലത്ത് ഒരാള് ചന്തയിലേക്ക് പോവുകയാണ് കാളവണ്ടിയിൽ സാധനങ്ങളുമായി. വഴിയരികിൽ ഒരു വൃദ്ധനായ ഒരാള് തലയിൽ വലിയൊരു ചുമടുമായിട്ട് ഇങ്ങനെ നടന്നു പോകും. കാളവണ്ടിക്കാരന് മനസ്സിലായി ഇയാളും ചന്തയിലോട്ടാണെന്ന്. വെറുതെ ഇയാളെന്തിനാ ഇത് ചുമക്കുന്നെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയിട്ട് അയാളോട് പറഞ്ഞു, അയ്യോ നിങ്ങളും കയറിക്കോ, ഞാനും ചന്തയിലോട്ടാ, നിങ്ങൾ ഈ വണ്ടിക്കകത്ത് കയറിക്കോട്ടെന്ന് പറഞ്ഞു. അയാളും കയറി. കുറച്ചു നേരം കഴിഞ്ഞ് കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ച, ഈ കേറിയ ആള് ആ കൊട്ട തലയെ വെച്ചോണ്ട് തന്നെ വണ്ടിയെ ഇരിക്കുക. പിന്നെ വണ്ടിയെ കയറ്റി എന്തിനാ? ഈ ചുമട് ചുമക്കാതെ ആശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചാ വണ്ടിയെ കയറ്റിയത്. പക്ഷെ വണ്ടിയെ കയറി ഇരുന്നിട്ടും തലയിൽ ഭാരം ഇരിക്കുക. ഇത് നമ്മുടെ നല്ലൊരു ചിത്രം. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ മേൽ ഇടുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇട്ടേച്ച് പിന്നെയും ഇത് നമ്മൾ തന്നെ ചുമ്മിക്കൊണ്ട് നടക്കുക. അതിന്റെ ആവശ്യമില്ല. ജോർജ് വെർബർ, അതായത് ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആണല്ലോ, ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം മാറിയെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ ഉണ്ട്. അദ്ദേഹം പകലത്തെ അധ്വാനത്തിന് ശേഷം ട്രാക്ട് വിതരണവും പരസ്യവും എല്ലാം കഴിഞ്ഞ് രാത്രി മുറിയിൽ വരുമ്പോൾ ലോകമെങ്ങുമെന്നുമുള്ള എഴുത്തുകൾ വന്ന് കിടക്കുക. അതായത് OM ലോകമെങ്ങും പ്രവർത്തിക്കുന്നുണ്ട് അനേക രാജ്യങ്ങളിൽ. അപ്പൊ ഒരിടത്ത് കാശില്ല, ഒരിടത്ത് പുസ്തകം തീർന്നുപോയി, ഒരിടത്ത് ആളുകൾ അടിക്കാൻ വന്നു, ഒരിടത്ത് ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയി. ഇങ്ങനെ 100 ആവശ്യങ്ങളുടെ കടലാസുകൾ മേശപ്പുറത്ത് വന്ന് കിടക്കുക ഓരോ ദിവസവും. താൻ തന്നെ ക്ഷീണിച്ചുറങ്ങാനായിട്ട് റൂമിലോട്ട് വരുമ്പോ കാണുന്ന ഇതെല്ലാമാണ്. താൻ പറഞ്ഞു, ഞാനതെല്ലാം എടുത്തൊന്ന് വായിച്ചു നോക്കും, അനേക പ്രശ്നങ്ങൾ. എന്നിട്ട് ഞാൻ പറയും, ലോർഡ്, all these worries are yours. I am going to sleep. Good night. കർത്താവേ, ഈ ഭാരങ്ങളെല്ലാം നിന്റെയാണ്, ഞാനിതാ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് ഒന്നും ചെയ്യലെന്നല്ല ഇതിന്റെ അർത്ഥം.
ഇതെല്ലാം കൂടെ പാതിരാത്രിക്ക് ഓർത്തിരുന്ന് ഇന്ത്യയിൽ ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയി, ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് ഓർത്തിരുന്നിട്ട് വല്ല കാര്യം സാധിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പീഡ, അത് അവിടെ ഇരുന്ന് മനപ്രയാസപ്പെട്ട് ഉറങ്ങാതിരിക്കാമെന്നല്ലാതെ വല്ല വിശേഷമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം വായിച്ചിട്ട് എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ഞാൻ ഇതെല്ലാം നിന്റെ മേലിടുന്നു, ഇനി ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എത്ര നല്ലൊരാശയമാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ മേൽ ഇടുക എന്ന് പറഞ്ഞാൽ നാം അത് ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അട്ടെ, തിരുവഴുത്തിൽ പറയുന്ന മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. വേറൊരു പ്രയോഗം, യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. പ്രാർത്ഥനയിൽ നാം ചെയ്യുന്ന വേറൊരു കാര്യം, നാം ആശ്രയിക്കുകയും ചാരുകയുമാണ്. ഇംഗ്ലീഷിൽ ലീൻ അപ്പോൺ ദ ലോർഡ്, ട്രസ്റ്റ് ആൻഡ് ലീൻ. ചാരുകയും ആശ്രയിക്കുകയും, ആശ്രയിക്കുക എന്നുള്ളതിന്റെ വേറൊരു വാക്കാണ് ചാരുക. പ്രകാശമില്ലാതെ ഒരുത്തൻ അന്ധകാരത്തിൽ നടന്നാൽ അവൻ യഹോവയിൽ ചാരട്ടെ. ഞാൻ എപ്പോഴും ഓർക്കും, ചാരുക എന്ന് പറയുന്നത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പം ജോലി. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു എന്ന് വിചാരിക്കുക, എനിക്ക് കാലിന് ബലമില്ലെന്ന് തോന്നുക. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പ കാര്യം എന്താ? ഞാനിപ്പോ പുൽപ്പിറ്റുണ്ട്, ആ പുൽപ്പിറ്റിലോട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചാരുക. അതിന് ഒരറിവും വേണ്ട, ഒരായാസവും വേണ്ട, അതിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിയും വേണ്ട, അതാരും പറഞ്ഞു തരണ്ട. ഒരു മതിലിന്റെ അടുത്ത് നമ്മൾ നിൽക്കുക, നമുക്കൊരു കിഡ്നെസ് തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മൾ പതുക്കെ അങ്ങോട്ട് ചായും. അല്ലെങ്കിൽ ഒരാളുടെ സഹോദരന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേത്തോട്ട് നമ്മൾ ചായും. അതിന് ഒരറിവും ഒരു ക്വാളിഫിക്കേഷനും പ്രത്യേകിച്ച് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിന്റെ വഴികളിൽ കൂടെ നടക്കാൻ ആവശ്യം വന്നാൽ നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. ഇതെല്ലാവർക്കും ചെയ്യാൻ ഒക്കുക. ഐ ലീൻ അപ്പോൺ മൈ ലോർഡ്, ഞാൻ അവനിൽ ചാരുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ വാക്ക് ഞാൻ അവനിൽ ആശ്രയിക്കുകയാണ്. യെശയ്യാ 26-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവിടെ ഈ വാക്ക് വീണ്ടും വന്നിട്ടുണ്ട്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പിന്നെ പറയാണ്, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ നീ എന്നേക്കും അവനിൽ ആശ്രയിപ്പീൻ. അവൻ ചാരാൻ കൊള്ളാവുന്ന പാറയാണ്. പാറയെന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോയില്ല. നീ അവനിൽ ചാരി, നിന്റെ ഭാരം വളരെ വലുതായിരുന്നു എന്ന് വിചാരിച്ച് ആ പാറ നീങ്ങിപ്പോവുകയില്ല. ചിലപ്പോൾ നമ്മുടെ വിചാരം, നമ്മുടെ ഈ പ്രശ്നം ദൈവത്തിന് പോലും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ നടപ്പ്. എന്റെ പ്രശ്നം വളരെ വലുതാണ്, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇത് ശരിയാകും തോന്നുന്നില്ലെന്നാണ് നമ്മുടെ മട്ട്. എന്നാൽ അവൻ ശാശ്വതമായ പാറയാണ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ബലമായ പാറയാണ്. നീ അവനിൽ ചാരിയത് കൊണ്ട് അവൻ മാറിപ്പോകുകയില്ല, അവൻ ഒരിളക്കവും പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നാം ചെയ്യുന്നത്, നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, നാം ദൈവത്തിൽ ചാരുകയാണ്. ഒരു വാക്കോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പുതിയ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. 34-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പ്രാർത്ഥനയോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ലൊരു വാക്ക്. സങ്കീർത്തനം 34-ന്റെ 5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ നോക്കിയെന്നാണ്. അവങ്കിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ അവനോട് പ്രാർത്ഥിച്ചെന്ന് അതിന്റെ അർത്ഥം, അല്ലെ? അവനിൽ ആശ്രയിച്ചു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്ക് ലുക്ക്. ഈ വാക്ക് വേറെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. 121-ാം സങ്കീർത്തനം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എന്റെ കണ്ണ് ഞാൻ ഉയർത്തുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന്റെ അർത്ഥം.
123 സങ്കീർത്തനം നോക്കിയേ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ നാം എന്താ ചെയ്യുന്നത്? നമ്മുടെ കണ്ണ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണ്. പഴയ നിയമത്തിൽ വേറെ ചില സന്ദർഭങ്ങളൊക്കെ നല്ല പ്രയോഗങ്ങൾ ഈ ബന്ധത്തിലുണ്ട്. അവർ യഹോവയെ നോക്കി അവരുടെ കണ്ണ് യഹോവയെങ്കിലേക്ക് അവർ ഉയർത്തി. ഞാൻ മുമ്പേ ചാരുന്നതിന്റെ കാര്യം പറഞ്ഞ പോലെ നോക്കുക എന്നുള്ളത് ഒരു പ്രയാസവും ഇല്ലാത്ത കാര്യം അല്ലേ? നോക്കാൻ വല്ല അങ്ങോട്ടൊന്ന് നോക്കണം, വല്ല പ്രയാസം ഉണ്ടോ നോക്കാൻ? അതിന് പ്രത്യേകിച്ച് അറിവ് വേണോ? അതിന് പ്രത്യേകിച്ച് കഴിവ് വേണോ? അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ വേണോ? നോക്കാൻ ഇതൊന്നും വേണ്ട. നോക്കാൻ നിനക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. വേറെ ഒരു കഴിവും വേണ്ട. നിന്റെ വൈഷമ്യങ്ങളുടെ മധ്യത്തിൽ നമുക്കറിയാം, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യരെ നോക്കും, നമ്മൾ ആളുകളെ നോക്കും, നമ്മൾ സഹായിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന അനേകരെ നോക്കും. അവരൊട്ട് സഹായിക്കുകയുമില്ല. പിന്നെ ബാക്കി കാലം മുഴുവൻ ഞാൻ നോക്കിയിട്ട് സഹായിച്ചില്ലെന്ന് പറഞ്ഞ് പിണങ്ങി നടക്കുകയും ചെയ്യും. ഇതിന്റെ വല്ലതും കാര്യമുണ്ടോ? നോക്കേണ്ടിടത്തേക്ക് നോക്കണം. നിന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യങ്ങൾ നാം ദൈവത്തോട് അറിയിക്കുകയാണ്. നാം നമ്മുടെ കാര്യങ്ങൾ ദൈവത്തെ ഭരമേൽപ്പിക്കുക. നാം അവന്റെ മേൽ നമ്മുടെ ഭാരങ്ങളെ ഇടുകയാണ്. നാം അവനിൽ ചാരുകയും ആശ്രയിക്കുകയുമാണ്. നാം അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നാം ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ആദ്യം വായിച്ച വാക്യം ഫിലിപ്പി ലേഖനത്തിലെ വാക്യമാണല്ലോ. അവിടെ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ആവശ്യങ്ങൾ അറിയിച്ചാൽ എല്ലാ പ്രശ്നവും ഉടനെ പരിഹരിച്ചു കിട്ടും എന്നല്ല വാക്യത്തിൽ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നേ? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക, അപ്പൊ എല്ലാ പ്രശ്നവും തീരും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആവശ്യങ്ങൾ നീ ദൈവത്തോട് പറയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സമാധാനം. അത് നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും എന്ന് പറഞ്ഞാൽ യുവർ ഇമോഷൻസ് ആൻഡ് യുവർ തോട്ട്സ്, നിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. കാക്കും എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗാഡ് എന്നുള്ള വാക്കാണ്. അതായത് പട്ടാളക്കാര് തങ്ങളുടെ കോട്ട കാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഗാഡ് എന്നുള്ള വാക്ക്. എങ്ങനെയാ പട്ടാളക്കാർ കോട്ട കാക്കുന്നത്? അശ്രദ്ധയോടുകൂടിയല്ല, വളരെ വിജിലന്റ് ആയിട്ട്, വളരെ അലേർട്ടായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടെ അവര് അവരുടെ കോട്ട കാക്കും. ആ കാക്കുക എന്നുള്ള വാക്കാണ്, ഗാഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ കാര്യങ്ങൾ നാം ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും വരാം, ചിലപ്പോ പ്രശ്നങ്ങൾ തുടരാൻ അനുവദിച്ചെന്നും വരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പ്രശ്നം പരിഹരിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ. എന്താണ്? നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും നിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനുഷ്യർക്ക് മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ ഒക്കാത്ത സമാധാനം കൊണ്ട് നിന്റെ ഹൃദയത്തെ ദൈവം കാക്കും. അത് മതിയല്ലോ. പ്രശ്നം തീർന്നില്ലെങ്കിൽ എന്താ? പ്രശ്നം തീർന്നു നമ്മുടെ ആഗ്രഹം, തീർന്നില്ലെന്ന് വരാം. ചിലപ്പോ ചില കാരണങ്ങളാ, ദൈവത്തിന് ചില ഉദ്ദേശം കാണും പ്രശ്നങ്ങൾ തീരാത്തതിന്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നിന്റെ ഹൃദയത്തെ കാക്കും. പ്രിയ സഹോദരന്മാരെ, വരുന്ന ദിവസങ്ങളിൽ ലളിതമായ കാര്യങ്ങളാണെങ്കിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നെഹമ്യാവ് പ്രാക്ടീസ് ചെയ്ത പോലെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ജീവിതം വളരെ സമാധാനമുള്ളതായി തീരും. പ്രശ്നങ്ങളെല്ലാം നീങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല, വേദപുസ്തകവും പറയുന്നില്ല. പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഒരു ചെറിയ സംഭവം കൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ചില നാളുകൾക്ക് മുൻപ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഒരാള് ഒരു ഫീൽഡ് ഓഫ് സയൻസ്, ശാസ്ത്രത്തിന്റെ ഒരു മേഖലയിൽ വലിയ റിസർച്ച് നടത്തി. അതിനെ ആദരിക്കാനായിട്ട് ഡോക്ടർമാർക്കൊക്കെ ഒരു യോഗം, ആ ഫീൽഡിലുള്ള ആളുകളുടെ ഒരു യോഗം ഒരിടത്ത് വിളിച്ചുകൂട്ടി അതിലേക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇയാൾ തന്റെ പട്ടണത്തിൽ നിന്ന് വിമാനത്തിൽ ആ അവാർഡ് ദാന ചടങ്ങിനായിട്ട് പോവുകയാണ്. എന്നാൽ പകുതി വഴി എത്തിയപ്പോ ആ വിമാനത്തിന് ഒരു കേട് വന്നു.
അതുകൊണ്ട് വിമാനം അടിയന്തരമായി അടുത്തുള്ള ഒരു എയർപോർട്ടിൽ ഇറക്കി. അപ്പൊ ഇയാൾ വിചാരിച്ചു, അയ്യോ എനിക്ക് വേണ്ടി ആ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ ഇപ്പൊ ചെന്നെത്താൻ ഒക്കെ ഇല്ലല്ലോ. അവർ ആ എയർപോർട്ടിലെ ചുമതലക്കാരോട് ചോദിച്ചു, അങ്ങോട്ടുള്ള അടുത്ത പ്ലെയിൻ എപ്പോഴാണ്? അവർ പറഞ്ഞു, അയ്യോ അടുത്ത പ്ലെയിൻ 10 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഒരു കാർ എടുത്ത് 4 മണിക്കൂർ ഓടിച്ചാൽ നിങ്ങളുടെ സ്ഥലത്തില്ല, അതുകൊണ്ട് വേഗം വിട്ടോ എന്ന് പറഞ്ഞു. ഇയാൾ വേഗം ചാടി ഇറങ്ങി. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യോഗമാണ്, വേഗം ചെല്ലണം. അയാളുടെ കാറിൽ കയറി വളരെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. കാറ് വിട്ട ഉടനെ കാലാവസ്ഥ മാറി, അതിഭയങ്കരമായ മഴ പെയ്യാൻ തുടങ്ങി. ആകാശം ഇരുണ്ടു, കാറ്റടിക്കാൻ തുടങ്ങി. വഴി അറിയാൻ കഴിയുന്നില്ല. പുതിയ സ്ഥലമാണ് അയാളെ സംബന്ധിച്ച്. അയാൾ പോകുന്ന പോക്കിൽ അയാൾ തിരിയേണ്ട ഒരു തിരിവ് തെറ്റിപ്പോയി. ടേണിംഗ് എടുക്കാതെ അയാൾ തെറ്റായ ഒരു ദിശയിൽ യാത്ര ചെയ്ത് ഹി വാസ് ലോസ്റ്റ്. എവിടെയാണെന്ന് അറിയത്തില്ല. മഴയുടെയും കാറ്റിനെയും ഇടയ്ക്ക് പെട്ട് എങ്ങാണ്ടൂടെ പോവുകയാണ് വിജനമായ ഒരു സ്ഥലത്തൂടെ. ഇയാൾ വിചാരിച്ച് എവിടെയെങ്കിലും നിർത്തി ചോദിക്കാമെന്ന് വിചാരിച്ച് ഇയാൾ വണ്ടി കണ്ടൊരു ചെറിയ വീടിന് മുമ്പിൽ നിർത്തി. അവിടെ കയറി ചെന്നപ്പോ അവിടെ ഒരു വല്യമ്മയെ മാത്രമേ കണ്ടുള്ളൂ. വല്യമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞെ, എനിക്ക് നിനക്ക് വേണ്ടി കുറച്ച് ചായയും കടിയും വല്ലതും എനിക്ക് തരാം, അല്ലാതെ വേറെ ഒരു സഹായവും ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അയാൾ അവിടെ തണുത്ത് പറിച്ചിരുന്നു. അയാൾ ചായ കുടിക്കുക. അപ്പൊ ഈ വല്യമ്മ ചായ കൊടുത്തേച്ച് ആ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുക. ആ മൂലയിൽ ഒരു ചെറിയ തൊട്ടിലിൽ ഒരു ചെറിയ കുട്ടി കിടപ്പുണ്ട്. വല്യമ്മയുടെ കൊച്ചുമകനാ. അപ്പോ ഈ വല്യമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇടയ്ക്ക് ഇയാൾക്ക് വന്ന് ബിസ്ക്കറ്റ് കൊടുക്കും, പിന്നെയും പോയിരുന്ന് പ്രാർത്ഥിക്കും. ഇത് ഈ മനുഷ്യനെ അതിശയിപ്പിച്ചു. എന്താ ഈ വല്യമ്മ ഇത്രയും നേരം പ്രാർത്ഥിക്കുന്നത്? അയാൾ വിചാരിച്ചു, പാവം വല്യമ്മയായോണ്ട് വല്ല കാശിന്റെ ആവശ്യത്തിന് പ്രാർത്ഥിക്കുകയായിരിക്കും, ഞാനിങ്ങ് സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇയാൾ പറഞ്ഞു, വല്യമ്മേ, എന്താ നിങ്ങൾ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? ആ ആവശ്യം ഞാനങ്ങ് നിറവേറ്റി തരാം. വല്യം പറഞ്ഞു, എന്റെ കുഞ്ഞെ, എന്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ ഈ കുഞ്ഞ് ഒരു പ്രത്യേകതരം ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. ദൂരെ ഒരു പട്ടണത്തിൽ ഡോക്ടർ സ്റ്റീഫൻ എന്നൊരാളുണ്ട്. ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അയാളുടെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് വകയില്ല. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യം മാത്രമേ ഇനി നടക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. അയാൾ പറഞ്ഞു, അമ്മ, ഞാനാണ് ആ ഡോക്ടർ സ്റ്റീഫൻ. ക്യാൻസറിൽ വൈദഗ്ധ്യം നേടിയ, നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ആ ഡോക്ടർ ഞാനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് എന്റെ വിമാനത്തിന് ദൈവം കേടുവരുത്തി, എന്നെ കാറിൽ അയച്ചു, അന്തരീക്ഷം മാറ്റി, എന്റെ വഴി തെറ്റിച്ച് ഈ വീടിന്റെ മുമ്പിൽ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ ഒക്കാത്തതിന് ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവൻ. നമുക്ക് അവനിൽ ശരണപ്പെടാം, നമ്മുടെ കാര്യങ്ങൾ അവനോട് പറയാം, അവനിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കണം.